ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് തികഞ്ഞ ആത്മവിശ്വാസമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട. സിറ്റിംഗ് എംപി ആന്റോ ആന്റണി തന്നെ ഇക്കുറിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. അതേസമയം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇടതുമുന്നണിയിലും എൻഡിഎയിലും പുരോഗമിക്കുകയാണ്. ലോക്സഭയിൽ 2 ടൈം പൂർത്തിയാക്കിയ ആന്റോ ആന്റണി ഇക്കുറിയും പത്തനംതിട്ടയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. സാമുദായിക പരിഗണനയും ഇക്കാര്യത്തിൽ നിർണായകമാണ്. മുതിർന്ന നേതാവ് പി.ജെ. കുര്യന്റെ പേരും ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഗ്രൂപ്പുകൾക്ക് അനഭിമതനായ പി.ജെ. കുര്യന് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തുണയ്ക്കേണ്ടി വരും. ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈന്ദവ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിച്ചാൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും മുൻ ഡിസിസി പ്രസിഡന്റ് മോഹൻ രാജും പരിഗണിക്കപ്പെട്ടേക്കും. സാമുദായിക സമവാക്യങ്ങൾ തന്നെയാകും ഇത്തവണയും നിർണായകമാകുന്നത്. സാമുദായിക സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നത് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിന് ഇടതുപക്ഷത്തിനോടോ അല്ലെങ്കിൽ BJPയോടോ ആഭിമുഖ്യം ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ ചില പള്ളിത്തർക്കങ്ങളും അതുപോലെയുള്ള വിഷയങ്ങളുമുണ്ട്. പക്ഷേ ആ വിഷയങ്ങൾ പോലും പരിഹരിക്കുവാൻ കഴിയാത്തൊരു ഗവൺമെൻറ്റായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങളിലുള്ള ആളുകളുടെ വോട്ട് ഇവർ കിട്ടും എന്നിവർ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. തിരുവല്ല, ആറന്മുള, കോന്നി, റാന്നി, അടൂർ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന പത്തനംതിട്ടയിൽ 4 ഇടങ്ങളിൽ LDF പ്രതിനിധിയും 2 UDF പ്രതിനിധിയും ഒരു സ്വതന്ത്രനുമാണുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും LDFന് മേൽക്കൈയുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഘടകം നിർണായകമാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ 2 പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് നോക്കുമ്പോൾ ആദ്യം കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൻ്റെ ഗണ്യമായ ഇടിവ് പാർലമെൻറ്റിൽ കഴിഞ്ഞ തവണ സംഭവിച്ചു. ഇത്തവണ ആ ഭൂരിപക്ഷം കുറയ്ക്കുകയല്ല, ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം നേടാനുള്ള ഒരു പശ്ചാത്തലം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ സംജാതമായിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായിരുന്ന ഫിലിപ്പോസ് തോമസിനെ ഇടതുപാളയത്തിലെത്തിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച ഇടതുപക്ഷം ഇത്തവണയും പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെയാണ് പരിഗണിക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസ് സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KJ തോമസ്, മുൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് TKA നായർ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. NDAയിൽ BDJS പത്തനംതിട്ട സീറ്റിനായി രംഗത്തുണ്ട്. BJP സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ മുൻ മത്സരപരിചയമുള്ള NT രമേശിനെ പരിഗണിച്ചേക്കും. മീഡിയ 1 പത്തനംതിട്ട.